ഇന്ന് രാവിലെ കിച്ചണിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് ഈ ദോശയും ഇഡ്ഡലി കേട്ടോ. അപ്പം ഞാൻ തന്നെ ഇന്ന് ദോശ ചുടലും ചമ്മന്തി ഉണ്ടാക്കലിലൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം കുളിച്ച് സുന്ദരിക്കായി വന്നിട്ട് നേരെ ദോശക്കല്ലൊക്കെ വെച്ച് ചൂടാക്കി നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ദോശ അങ്ങോട്ട് ചുട്ടെടുത്തിട്ടോ. ഇനി നമുക്ക് 2 ടൈപ്പ് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇതുപോലെ 2 ടൈപ്പ് ചമ്മന്തി? ഒന്ന് നമ്മുടെ വെള്ള ചമ്മന്തിയില്ലേ, തേങ്ങാ ചമ്മന്തി, പിന്നെ നമ്മൾ ഒന്ന് തക്കാളി ചട്നിയില്ലേ, അതും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ദോശയൊക്കെ നന്നായിട്ട് ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും രാഗി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ചില ദിവസങ്ങളിൽ ദോശയും ഇഡ്ഡലിയും ഒരുമിച്ച് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ലേറ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താണ് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എനിക്ക് ഇതൊക്കെ ഇടണം. അതിനിടയിൽ എൻ്റെ ദോശ സെറ്റാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടലും മാറ്റിടലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മുടെ പാന് ചൂടെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില തീർന്നു ഇതുകൊണ്ട് ഇട്ടിട്ടില്ല, പിന്നെ ചുവന്ന മുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങേൻ്റെ ചട്നിയില്ലേ, അതും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ. അതേ പാനിലേക്ക് തന്നെ ഞാനിതാ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ വഴറ്റിയെടുത്തിട്ട് അത് നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവ് ഇട്ടിട്ട് അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള ചട്നിയും ചുവപ്പ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം. അതിനിടയിലാണ് അച്ഛൻ കുറച്ച് പൊരിക്കടികളൊക്കെ കൊണ്ടുവന്നിട്ട് ബോണ്ടയും ഉള്ളിവടയും. അപ്പോൾ ഒരു കഷ്ണം ഉള്ളിവടയും ബോണ്ടയും ദോശയും ചട്നിയൊക്കെ കൂടെ കൂട്ടി ഒരു കട്ടനും കൂട്ടി പൊളിച്ചു.